തുടർച്ചയായ അഞ്ചാം ദിവസവും യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ 300-ലധികം സർവീസുകൾ ഇന്നും റദ്ദാക്കി. കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളുമായി ചേർന്ന് ബോധപൂർവം നടത്തിയ ആകാശക്കൊള്ളയെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി വിമർശിച്ചു. സംയുക്ത പാർലമെന്ററി സമിതിയോ ജുഡീഷ്യൽ അന്വേഷണമോ വേണമെന്നും ജോൺ ബ്രിട്ടാസ് എം പി ആവശ്യപ്പെട്ടു. പൈലറ്റുമാരുടെ വിശ്രമ സമയത്തിൽ ഇളവനുവദിച്ചെങ്കിലും ഇൻഡിഗോയുടെ പ്രതിസന്ധി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. നൂറുകണക്കിന് വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കി. തിരുവനന്തപുരം, ദില്ലി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകളാണ് മുടങ്ങിയത്. അഞ്ചാം ദിവസവും കമ്പനി കൈയൊഴിഞ്ഞതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് യാത്രക്കാർ. വിഷയത്തിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ അന്വേഷണം ഉന്നമിടുന്നത് കമ്പനിയുടെ കൃത്യവിലോപത്തിലേക്കെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം കേന്ദ്ര സർക്കാർ ബോധപൂർവം വിമാന കമ്പനികളുമായി ചേർന്ന് നടത്തിയ ആകാശക്കൊള്ളയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി വിമർശിച്ചു. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് സർക്കാരും ഈ എയർലൈൻസ് കമ്പനിയും കൂടി ഒത്തുകളിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധിയാണ്. ഇതേക്കുറിച്ച് ഒന്നിലോ സംയുക്ത പാർലമെന്ററി സമിതി അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കുത്തകവൽക്കരണത്തിന്റെ ഭാഗമാണ് നിലവിലെ പ്രശ്നമെന്ന് പി സന്തോഷ് കുമാർ എം പിയും കുറ്റപ്പെടുത്തി. ഇപ്പോൾ ഏത് മേഖലയിലുള്ള കുത്തകവൽക്കരണം അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കുമുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. ലക്ഷക്കണക്കായ മില്യൺസ് ആയ പാസഞ്ചേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു സർക്കുലർ ഇറക്കുമ്പോൾ അതെങ്ങനെയാണ് കമ്പനികളെ ബാധിക്കുന്നത് എന്നൊരു സാമാന്യമായ ധാരണ വേണ്ടേ? അതുണ്ടായില്ല. വിഷയത്തിൽ പ്രതിഷേധം കനത്തതോടെ ട്രെയിനുകളിൽ അധിക കോച്ചുകൾ നൽകിയുള്ള പ്രശ്നപരിഹാരത്തിനാണ് കേന്ദ്ര ശ്രമം. പ്രതിസന്ധിയിൽ മുതലെടുപ്പ് നടത്തുന്ന വിമാന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.